ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ ആർട്ട് ഫൗണ്ടേഷൻ ആദ്യമായി സംഘടിപ്പിക്കുന്ന കണ്ണൂർ ആർട്ട് ഫെസ്റ്റ് 2024 സംഘചിത്ര ശില്പ പ്രദർശനം മെയ് 1 മുതൽ 7 വരെ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ സജ്ജീകരിച്ച കമ്മ്യൂണിറ്റി ആർട്ട് ഹബ്ബിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള പ്രശസ്തരായ ചിത്രകാരന്മാർ ഉൾപ്പെടെ 23 കലാകാരന്മാരാണ് പ്രദർശനത്തിൽ പങ്കെടുക്കുക. മെയ് 1 രാവിലെ 11 മണിക്ക് മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. KV സുമേഷ് MLA അധ്യക്ഷനാകുമെന്നും സംഘാടകർ അറിയിച്ചു. മഹാത്മാ മന്ദിരിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂൺ ആർട്ട് ഹബ്ബിൽ വെച്ച് മെയ് 1 മുതൽ 7 വരെ കണ്ണൂർ ആർട്ട് ഫെസ്റ്റ് എന്ന ചിത്രശില്പ പ്രദർശന പരിപാടി സംഘടിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ ഇതേപോലൊരു ചിത്ര പ്രദർശനം ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു 10-20 വർഷമായിട്ട് അങ്ങനെ നടന്നിട്ടില്ല. കാരണം ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുന്ന 23 പേരാണ് പങ്കെടുക്കുന്നത്. 20 ചിത്രകാരന്മാരും 3 ശില്പികളും പങ്കെടുക്കുന്നു. ഇവരെല്ലാവരും ദേശീയവും അന്തർദേശീയവുമായ പ്രദർശനങ്ങളിൽ, ബിനാലെകളിൽ, ഈ ഇന്ത്യൻ ആർട്ട് ഫെസ്റ്റിവൽ പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ചിത്ര പ്രദർശനങ്ങളിലൊക്കെ പങ്കെടുത്ത് വളരെ പെരുമയാർജിച്ച ചിത്രകാരന്മാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ലളിതകലാ അക്കാദമി വൈസ് ചെയർപേഴ്സൺ എബി എൻ ജോസഫ്, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി MK മനോഹരൻ, പ്രശസ്ത കലാവിമർശകനും എഴുത്തുകാരനുമായ P സുധാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 7 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന പ്രദർശനത്തിന്റെ ഭാഗമായി ചിത്രരചന, പെയിന്റിംഗ്, ശില്പനിർമ്മാണം, കാർട്ടൂൺ, കാരിക്കേച്ചർ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾ, കലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, സംവാദങ്ങൾ എന്നിവയും നടക്കും. വ്യത്യസ്ത മാധ്യമങ്ങളിൽ രചിച്ച 80ഓളം ചിത്രങ്ങളും 6 ശില്പങ്ങളുമാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. MA അക്ബർ, ബിനുരാജ് കലാപീഠം, RK ചന്ദ്രബാബു, ധനരാജ് കീഴറ, KR കുമാരൻ, T കലാധരൻ, NB ലതാദേവി, M ദാമോദരൻ, മധു മുള്ളൂൽ, മനോജ് നാരായണൻ, നവനീത് രാജ്, O സുന്ദർ, പ്രേം P ലക്ഷ്മണൻ, രാജീവൻ പാറയിൽ തുടങ്ങിയവരാണ് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ വർഗീസ് കളത്തിൽ, സലീഷ് ചെറുപുഴ, മഹേഷ് ഒറ്റച്ചാലിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.